തിരുഹൃദയഗീതം. കവിത 15-ാം ഭാഗം. അവരന്ത്യാശ്വാസം വലിക്കുന്ന നേരത്ത് അനുപമാനന്ദം നുകർന്നിടുന്നു. വന്ദനം ചൊല്ലുന്നു പാരിലെല്ലാരോടും, നന്ദി തുളുമ്പും വിഹാരമോടെ. അലിവുള്ള മമ മക്കൾ സേവനം ചെയ്യുന്നു. അവനീതലത്തിലെ അന്തരീക്ഷം അനുവാദ്യ വാത്സല്യ തികവോടെ ഞാനെന്നും അനുഗ്രഹിച്ചിടുന്നു സ്നേഹപൂർവം. ചിന്തയാൽ വാക്കാനാൽ നന്മ പ്രവർത്തിയാൽ ചിന്മയരൂപനൻ പ്രേമ വർഷം മന്നിലനുഗ്രഹം വാരിച്ചൊരിയുന്ന മന്നയായി മാറ്റുവാൻ പ്രാർത്ഥിക്കുവിൻ. എൻ്റെ തിരുഹിതം നോക്കാതെ സ്വാർത്ഥരാൽ എതിർ സാക്ഷ്യം നൽകുന്ന ബലഹീനരിൽ നിന്ദനം വന്ദന ശീലമായി മാറ്റുവാൻ നെഞ്ചത്തടിച്ചെന്നും യാചിക്കുവിൻ. കുരിശിൽ കിടന്നു ഞാൻ പിടഞ്ഞോരാരംഗത്തെ കുറെ നേരം ധ്യാനിച്ചു വിനയമോടെ. കടും ചിത്തർ പാപികൾ പിഴയടിയും കൊണ്ട് കുടുകൂടെ കണ്ണുനീർ വാർത്തിടുവിൻ. മർദ്ദകർ മനുഷ്യ ത്വഹീനമെൻ രക്തവും മാംസവും ചിതറിച്ച രംഗമോർത്തും അവരെൻ്റെ കരളിങ്കൽ കുന്തമൂന കൊണ്ടും അതിനീജം കതുത്തിയ കുത്തലോർത്തും അവരെൻ്റെ കരളിങ്കൽ കുന്തമൂന കൊണ്ടും അതിനീജം കുത്തിയ കുത്തലോർത്തും അനുദിനം പരകോടി ഭക്തവിശ്വാസികൾ അനുപമവേദന തിന്നിടുന്നു. കുരിശിൻ ചുവട്ടിലെ കന്യകമേരിയെ കുമ്പിട്ടു വാവിട്ടു വിലപിക്കുവോർ പെരുകുന്നൻ പീഡാസഹനം സ്മരിച്ചിതാ. പെരുകുന്നു ജനകോടി സ്നേഹമക്കൾ. എന്നെ അനുഗമിക്കൊന്നോരിരുൾ വിട്ട് എന്നും നടക്കുന്നു സൽപദത്തിൽ. എൻ്റെ ശരീരരക്തങ്ങൾ കൂദാശയിൽ എന്നും രുചിക്കുന്ന ഭക്തദാസർ മന്നീതിൽ പെരുകട്ടെ ദിവ്യസക്രാരിക്കും മുന്നിലാരാധകർ കൂടിയിടട്ടെ. പാരീതിൽ പരിശുദ്ധരായവർ കേകുന്നു പരിചീലൻ സാന്നിധ്യ മധുരമെന്നും. ഗാത്രത്തെ ദൈവം വസിക്കുന്നയതി ദിവ്യ സ്വത്വമായി മാറ്റുക പ്രിയമക്കളെ. ആത്മാവിലാത്മാർത്ഥപൂർവം വിരാജിക്കൂ അത്യന്ത സുന്ദര സിംഹാസനം.
അവിടെ ഞാൻ ആരുടനാകും നിരന്തരം. ആരോമൽ സുതരൊത്തു നിവസിച്ചിടാൻ വിശപ്പു മാറ്റിയിടുവാൻ സകലർക്കും എൻ കരം. അശനം പകരുന്നു എന്നുമെന്നും അവസാനമാ സ്നേഹമക്കളെ മോക്ഷത്തിൽ ആലിംഗനം ചെയ്യാൻ ദാഹിച്ചു ഞാൻ. ദർശനം സിദ്ധിക്കും കറയറ്റ ഹൃദയർക്ക് ഓശാനഗീതങ്ങ ആലപിക്കാൻ. അനന്തഭാഗ്യത്തിൻ്റെ എന്നെത്തുവാലാൽ അലങ്കൃത ശയ്യയിൽ വിശ്രമിക്കാൻ. ഒരിക്കലും വറ്റാത്ത സ്നേഹാത്മമോഹന ഉറവിടമാണെൻ്റെ തിരുഹൃദയം. അനുഗ്രഹമൊഴുകുന്ന ഈ തിരുഹൃദയത്തിൽ അഭയം പ്രാപിക്കട്ടെ മനുഷ്യമക്കൾ. തീക്ഷ്ണമാം ഭക്തിയിൽ ഭവനങ്ങൾ തീർത്തും പ്രതിഷ്ഠിച്ച എൻ്റെ മുന്നിൽ പ്രതിദിനം പ്രാർത്ഥന മഞ്ജരിയർപ്പിക്കൂ. പ്രത്യാശ തിങ്ങും വികാരമോടെ ആരുമില്ലാത്തവരഭയം കണ്ടെത്തട്ടെ. താരുണ്യം വഴിയുന്ന എൻ്റെ കൃത്തിൽ ആരുമില്ലാത്തവരഭയം കണ്ടെത്തട്ടെ. കാരുണ്യം വഴിയുന്ന എൻ്റെ കൃത്തിൽ വൃദ്ധരും വിവശരും വൈധവ്യ ദുഃഖത്താൽ വൃണിത മനസ്കരായി കേഴുവോരും. പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഈ പഴമൊഴി ഇനിയൊരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എന്റേതാണ്. പിതാവിന്റെ ജീവൻ എന്ന പോലെ പുത്രന്റെ ജീവനും എനിക്കുള്ളതാണ്. ഒരു ചിന്ത. ഒരു കൃഷിക്കാരനെ ഒരിക്കൽ ഒരു പരുന്തിൻകൂട് വഴിയിൽ കിടന്ന് കിട്ടി. അയാൾ അതെടുത്ത് നോക്കിയപ്പോൾ അകത്ത് അപ്പോഴും ചൂടുമാറാത്ത ഒരു മുട്ട. അത് അയാളെടുത്ത് വീട്ടിൽ വിരിയാൻ വച്ചിരുന്ന കോഴിമുട്ടകളുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചു. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പരുന്തിൻ കുഞ്ഞും പുറത്തു വന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ മണ്ണിൽ ചികഞ്ഞ് പുഴുക്കളെയും തിന്ന് അത് നടക്കാൻ ആരംഭിച്ചു. നാളുകൾക്ക് ശേഷം ഒരിക്കൽ അത് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ പക്ഷി ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടു. ആവേശപൂർവ്വം അത് തള്ളക്കോഴിയോട് ചോദിച്ചു, അമ്മേ, അതാരാണ്? മുകളിലേക്ക് നോക്കിയ തള്ളക്കോഴി പറഞ്ഞു, അതാണ് പരുന്ത്, കോഴികളുടെ വർഗശത്രു. അവൻ ആത്മകഥം ചെയ്തു, ഞാനും ഒരു പരുന്തായിരുന്നുവെങ്കിൽ
യഥാർത്ഥത്തിൽ ഞാൻ ആരാണോ അതായി തീരാനാകാത്തതാണ് യഥാർത്ഥ പരാജയം. ഓരോ ജന്മവും ഓരോ നിയോഗമാണ്. അലഞ്ഞു തിരിയാനോ ഒന്നുമല്ലാതായി തീരാനോ ഉള്ളതല്ല ഒരു ജന്മവും. ഏറെ അനുഭവ സമ്പത്തും ലോകപരിചയവും അവകാശപ്പെടുന്ന പലർക്കും തങ്ങൾ ആരാണെന്ന് അറിയില്ല എന്നതാണ് ദുഃഖകരം. സ്വയം തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടിയിരുന്നുവെങ്കിൽ ഈ ലോകം 10 മടങ്ങ് മികവറ്റതും കർമ്മനിരതവും ആയേനെ. എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് അലസരായി ഇരിക്കുന്നവരെല്ലാം സ്വന്തം കഴിവ് കണ്ടെത്താനാകാത്തവരാണ്. ചെയ്യേണ്ട പണികൾ കണ്ടെത്തി ചെയ്യുന്നതിന് പകരം കിട്ടുന്ന പണികൾ ചെയ്യുന്നുവെന്നതാണ് പലരുടെയും പരാജയം. സ്വന്തം ശേഷികൾ തിരിച്ചറിയാനാകാത്തവർക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ആകില്ല. എല്ലാറ്റിനോടും എളുപ്പം അനുരൂപപ്പെടുന്നവർ ഒരിക്കലും ഒന്നും ആവുകയില്ല. അവർക്ക് ഒരിക്കലും സ്വന്തം അസ്തിത്വം കണ്ടെത്താനുമാകില്ല. ഇടുങ്ങിയ വഴിയിലൂടെ രണ്ടുപേർ നടത്തുന്ന യാത്രയാണ് ബന്ധങ്ങൾ. പരസ്പരം കരുതാൻ മനസ്സുള്ളവരെ ഞെരുങ്ങിയ യാത്രകൾ കൂടുതൽ അടുപ്പിച്ചേക്കും. എന്നാൽ ആ യാത്രയിൽ ഒരാൾ മാത്രം സുഖമായി നടക്കാൻ ശ്രമിച്ചാൽ സഹയാത്രികർക്ക് പ്രയാസമാകും. പലപ്പോഴും ബന്ധങ്ങൾ തകരാൻ കാരണം സ്നേഹക്കുറവല്ല, മറ്റേയാൾക്ക് ഇടം കൊടുക്കാനുള്ള മനസ്സില്ലായ്മയാണ്. ഒരുമിച്ച് നടക്കാൻ മാത്രമല്ല, പരസ്പരം ഒതുങ്ങിക്കൊടുക്കാനും പഠിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ വേദനയും ബന്ധങ്ങൾ തന്നെയാണല്ലോ. സ്തുതിയായിരിക്കട്ടെ. എല്ലായിടത്തും തിരക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, നിരത്തുകളിൽ, അങ്ങനെ എല്ലായിടത്തും തിരക്കോട് തിരക്ക്. വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നവർ, സമയത്തിന് വണ്ടി കിട്ടാൻ തിരക്കിട്ടോടുന്നവർ, മൊബൈൽ ഫോണിൽ പരസ്പരം മറന്ന് സംസാരിച്ചുകൊണ്ട് നിരത്ത് മുറിച്ച് കടക്കുന്നവർ, ചുറ്റിനുള്ളതൊന്നും കാണാൻ സമയമില്ലാതെ നെടോട്ടത്തിലാണ് മനുഷ്യർ. കയ്യിലൊരു വാച്ചും മനസ്സിലൊരു കലണ്ടറുമായി അളന്നു തിട്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ അളവും കണക്കും തെറ്റാതിരിക്കാൻ തിരക്ക് പിടിച്ചു ഓടുകയാണ്. അവനവനെപ്പോലും മറന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആരെ പ്രീതിപ്പെടുത്താനാണ് നമ്മളിങ്ങനെ തിരക്കിട്ടോടുന്നത്? ഒന്ന് വീണുപോയാൽ, ഒന്ന് വേഗത കുറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായാൽ അടുത്ത നിമിഷം തന്നെ നമ്മളെ മറക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റാർക്കൊക്കെയോ വേണ്ടിയല്ലേ ഈ ഓട്ടത്തിൻ്റെ ഏറിയ പങ്കും? തീവണ്ടി കുതിച്ചു പായുമ്പോൾ അതിൻ്റെ ജനാലയ്ക്കരികിലിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ പിറകിലേക്ക് ഓടിമറയുന്നത് കാണാം. മനോഹരമായ പച്ചപ്പൂകളും വഴിയരികിലെ മനുഷ്യരും വലിയ വലിയ വീടുകളും എല്ലാം അവ്യക്തമായ നിഴലുകൾ പോലെ കടന്നുപോകും. വേഗത കൂടുമ്പോൾ ജീവിതവും അങ്ങനെയാണ്. നമ്മുടെ മുഖത്തെ പുഞ്ചിരിയും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരും എല്ലാം ആ കാഴ്ചകൾ പോലെ മങ്ങി പിന്നിലേക്ക് മറയും. വർഷങ്ങളോളം നിങ്ങൾ സ്വന്തം സന്തോഷങ്ങളെയും സ്വന്തമായ സമയത്തെയും മാറ്റി നിർത്തിയിട്ട് ചോരനീരാക്കി പണിയെടുത്ത സ്ഥാപനത്തിലെ കസേരയിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങുന്ന അടുത്ത നിമിഷം തന്നെ മറ്റൊരാൾക്ക് വേണ്ടി അവിടം തുടച്ച് വൃത്തിയാക്കപ്പെടും. നിങ്ങളുടെ ഓർമ്മകൾ പോലും തുടച്ചു നീക്കപ്പെടും. അതുപോലെ നിങ്ങളില്ലാതായാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ത്യാഗങ്ങളൊക്കെ കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം എല്ലാവരും മറക്കും. നമ്മളെ മറക്കാൻ ഇത്രയേറെ എളുപ്പമുള്ള ഈ ലോകത്തിലാണ് നമ്മൾ സ്വന്തം സന്തോഷങ്ങളെ മാറ്റിവെച്ച് മറ്റാരുടെയൊക്കെയോ പ്രീതിക്കായി ശ്വാസം മുട്ടി ജീവിക്കുന്നത്. നമുക്ക് മുന്നിൽ സമയമുണ്ടായിട്ടും നമ്മുടെ ഇന്നുകളെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ കൊന്നുകളയുകയാണ്. കടൽ തീരത്തെ മണലിൽ നമ്മൾ വരച്ചൊരു വരയെ തിര വന്ന് മായ്ക്കും പോലെ നമ്മുടെ അടയാളങ്ങളെയും കാലം മായ്ച്ചു കളയും. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കരുതെന്നോ സ്വന്തം ജോലികളിൽ ഉപേക്ഷ കാണിക്കണമെന്നോ അല്ല. എല്ലാത്തിൻ്റെയും വേഗത കുറച്ച് ജീവിതത്തിൻ്റെ താളം
കണ്ടെത്തണം. വീണ്ടു കിട്ടുന്ന സമയത്തിൽ ഒരിത്തിരി പങ്ക് സ്വന്തം സന്തോഷത്തിന് മാറ്റിവെക്കണം. സ്വന്തം സന്തോഷങ്ങളെ പണയം വെച്ചുകൊണ്ടുള്ള ഓട്ടവും പ്രയത്നങ്ങളുമൊക്കെ ഒടുവിൽ ഒരു നാളിൽ കുറ്റബോധത്തിലേ അവസാനിക്കൂ. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. ഇന്ത്യ എന്നത് ഒരു രാജ്യമല്ല. ഓരോ പ്രവാസിയുടെയും ഉള്ളിൽ നീറുന്ന വലിയൊരു ചോദ്യമുണ്ട്. എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന്. നാട് വിട്ട് ദൂരേക്ക് പറക്കുമ്പോൾ കയ്യിലുള്ള പെട്ടിയിൽ സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ ആ പെട്ടി തുറക്കുമ്പോൾ അതിൽ നിറയെ തനിച്ചായവൻ്റെ ശൂന്യതയാണ്. കൊടുംചൂടിലും തണുപ്പിലും പണിയെടുക്കുമ്പോൾ ശരീരത്തോളം തന്നെ മനസ്സിനും വേദനിക്കുന്നുണ്ടെന്ന് പലപ്പോഴും സ്വന്തം ബന്ധുക്കൾ പോലും തിരിച്ചറിയാറില്ല. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരല്ലേ, മറിച്ച് തളരുമ്പോൾ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധങ്ങൾ. നാട്ടിലെ ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് മനസ്സുമെടുക്കുമ്പോൾ പ്രവാസത്തിൻ്റെ മണ്ണിൽ നമുക്ക് താങ്ങായി നിൽക്കുന്നത് കൂടെ താമസിക്കുന്ന ചോരബന്ധമില്ലാത്ത ആ വലിയ ഹൃദയങ്ങളാണ്. എടാ നീ വാ, നമുക്ക് ഒന്നിച്ചു കഴിക്കാം എന്ന് അവർ വിളിക്കുമ്പോൾ അവിടെയാണ് പ്രവാസിയുടെ ആശ്വാസം പെയ്യുന്നത്. ചോരബന്ധത്തേക്കാൾ വലിയൊരു കരുതൽ അവർ അവിടെ നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ടാവും. പ്രവാസ ലോകത്തിൽ ഒരേ മുറിയിൽ കഴിയുന്നവർ വെറും താമസക്കാർ മാത്രമല്ല, അവർ പരസ്പരം താങ്ങാവുന്ന വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. രോഗം വരുമ്പോഴോ മാനസികമായി തളരുമ്പോഴോ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാനും ഒരു നേരത്തെ ആഹാരം പങ്കിടാനും അവിടെ ആൾക്കാരുണ്ട്. ആ കരുതലിൻ്റെ പേരാണ് പ്രവാസ സൗഹൃദം. കഠിനമായ പ്രവാസ യാത്രയിൽ നമ്മളെ മനസ്സിലാക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ഒറ്റപ്പെടലിൻ്റെ കയ്പുനീർ കുടിക്കുന്നവർക്ക് മാത്രമേ ആ വേദനയുടെ ആഴം അറിയാൻ കഴിയൂ. നാട്ടിലുള്ളവർക്ക് പ്രവാസം എന്നത് വെറും പണത്തിൻ്റെ കണക്കുകളാണ്. എന്നാൽ പ്രവാസികൾക്കത് ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയ ഭാഗമാണ്. കുറ്റപ്പെടുത്തലുകൾക്കും പരിഗണന കുറവിനും അപ്പുറത്ത് പരസ്പരം ചേർത്ത് പിടിക്കുന്ന ആ വലിയ കൂട്ടായ്മയിൽ നമ്മൾ സുരക്ഷിതരാണ്. കൂടപ്പിറപ്പുകളല്ലാത്ത ആ കൂടപ്പിറപ്പുകളില്ലെങ്കിൽ പ്രവാസ ജീവിതം ഒരു വലിയ മരുഭൂമി തന്നെ ആയിരിക്കും. കടപ്പാട്. ഇത് വായിച്ചപ്പോൾ ഇപ്പോൾ പ്രവാസികളുടെ ജീവിത വായിച്ചപ്പോൾ 10-12 കൊല്ലം ഞാനും ഭർത്താവും കുട്ടികളും ഗൾഫിൽ ഒരുമിച്ച് മസ്കറ്റിൽ ജീവിച്ചിരുന്നു. അന്ന് കാലത്ത് എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൂടുമ്പോൾ എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ബാച്ചിലറായി താമസിക്കുന്നവർക്ക് അധികം ശമ്പളമൊന്നുമില്ലാതെ മസ്കറ്റിൽ ജീവിക്കുന്നവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അനവധി പേർക്ക് അവിടെ ജാതി മതം അതൊന്നും ഞാൻ നോക്കാറില്ല. ദൈവത്തിന് എല്ലാവരും ഒരേപോലെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ആ അനുകരണം ഒരു ഹിന്ദുവിലോ ഒരു മുസ്ലിമിലോ വേറെ ഏത് മതസ്ഥരിലും കാണുകയാണെങ്കിൽ അവരെല്ലാം ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടവരായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ അവിടെ രോഗിയായിരുന്നു അവരെ രോഗി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു അറിയുന്ന ഒരു ഫ്രണ്ട്
അവരെ ആക്സിഡൻ്റായി കിടപ്പിലായപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാനും അവരുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഭക്ഷണപ്പൊതി പൊതിഞ്ഞ് നേരത്തിന് എത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് നാൾ, അതായത് ഒരു മാസത്തോളം. അതുപോലെ തന്നെ നാടും വീടും വിട്ടു പോന്ന ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് തന്നെ ഭർത്താവ് ജോലിക്ക് പോയാൽ ഭാര്യ തന്നെ വീട്ടിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് പേര് പ്രഗ്നൻ്റായി, അബോർഷനായി ആവാനുള്ള സാധ്യതയുള്ള വയറുവേദനയായി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അത് കഴിഞ്ഞ് അവരെ കുറച്ച് ദിവസം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. പലപ്പോഴും പലതും ഗൾഫിൽ ജീവിച്ചിരുന്ന കാലത്ത് പലർക്കും ജാതി മതം ഒന്നും നോക്കാതെ ഒരു താങ്ങായി തണലായി എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ അനവധി പേരുടെ സന്തോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് അതെല്ലാം ആ കാലൊക്കെ ഓർമ്മ വന്നത്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം താങ്ങായി ജീവിക്കുക, അതെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് ദൈവത്തിൻ്റെ അടുത്ത് എത്തുവാനുള്ള കർമ്മങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നു. കുറേ പേര് ഗൾഫിലുള്ളവരെന്നൊക്കെ ഒരേ സ്നേഹത്തിൽ ഫ്രണ്ട്സുകളെല്ലാം കുറച്ച് പേരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. പ്രായമായിട്ടും രോഗം വന്നിട്ടും അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് അറ്റാക്ക് വന്നിട്ടൊക്കെ മരിച്ച് പോയിട്ടുണ്ട്. 3 ആഴ്ചകൾക്ക് മുൻപ് ഡൊറോത്തി തന്റെ ട്രക്ക് വിൽപ്പനയ്ക്ക് വെച്ചു. ആദ്യം വന്നത് അയൽവക്കക്കാരനായ ഗാരറ്റ് ആയിരുന്നു. ട്രക്ക് വാങ്ങാനല്ല, പരിഹസിക്കാൻ. അയാൾ ട്രക്കിന് ചുറ്റും നടന്നതിന് ശേഷം പിന്നിലെ ടയറിൽ കാൽ കൊണ്ടടിച്ചു. ഇതിനാരെങ്കിലും പണം തരുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. അയാൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വലിച്ചൂരി കയ്യിൽ പിടിച്ചു. വലിയ നാണക്കേടാണ്. ഏതായാലും വാൾട്ടർ പോയി. ഇനി ഈ വണ്ടിയും കൂടെ ഉപേക്ഷിച്ച് കളയും. ഡൊറോത്തി പ്രഹരമേറ്റതുപോലെ അത് കേട്ടുനിന്നു. ചുറ്റുമുണ്ടായിരുന്നവർ കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു. ആരും തടഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞുമില്ല. സ്ക്രാപ്പ് യാർഡിൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഗാരറ്റ് ആ ബോർഡ് തിരികെ വെച്ചപ്പോൾ ഫ്രെയിം ഒന്നാകെ കുലുങ്ങി. അയാൾ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ഡൊറോത്തി ഏകയായി നിന്നു, ഡ്രൈവറുടെ വാതിലിൽ കൈവച്ച്. 31 വർഷങ്ങൾക്ക് മുൻപ് വാൾട്ടർ എഴുതിയ മഞ്ഞ അക്ഷരങ്ങളിൽ അവർ തടവുന്നുണ്ടായിരുന്നു. വാൾട്ടേഴ്സ് കിച്ചൺ. അയാളുടെ കൈയെഴുത്ത്, അയാളുടെ സ്വപ്നം, അയാളുടെ ഹൃദയം. വാൾട്ടർ 2 വർഷം മുൻപ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം ആ ട്രക്ക് ഒരിക്കലും ഓടിയില്ല. ഡൊറോത്തി അതിൽ ഒരു മാറ്റവും വരുത്തിയില്ല, അതിലെ അക്ഷരങ്ങളിലെ പാടുപോലും. ചില രാവിലെകളിൽ അവർ ഒരു കപ്പ് കാപ്പിയുമായി ബമ്പറിൽ പോയിരിക്കും. അപ്പോൾ അവർക്ക് വാൾട്ടറുടെ സാമീപ്യം അനുഭവപ്പെടും. അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. വാൾട്ടർ 2 വർഷം മുൻപ് മരിച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? അവർ ചോദിച്ചു. ചെറുപ്പക്കാരൻ സങ്കടത്തോടെ തലകുനിച്ചു നിന്നു. അയാളുടെ പേര് ആൻഡ്രേ. 20 വർഷങ്ങൾക്ക് മുൻപ് ബാലനായിരുന്നപ്പോൾ മിക്ക ദിവസങ്ങളിലും അവൻ പട്ടിണിയായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ വാൾട്ടർ അവന് ഭക്ഷണം നൽകി. പിന്നീടുള്ള ദിവസങ്ങളിലും അത് തുടർന്നു. ഏകദേശം 2 വർഷം. അയാൾ ഒരിക്കലും പണം വാങ്ങിയില്ല. അവനെ ചെറിയവനായി കണക്കാക്കിയതുമില്ല. വാൾട്ടർ ഇത് ആരോടും പറഞ്ഞില്ല. എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം തന്നു. അതായിരുന്നു എനിക്കെല്ലാം. ഇത് കേട്ട ഡൊറോത്തിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആൻഡ്രേ ആ ട്രക്ക് വാങ്ങി. ഡൊറോത്തി ആവശ്യപ്പെട്ടതിന്റെ 4 ഇരട്ടി പണവും നൽകി. അയാൾ ആ ട്രക്ക് പുതുക്കി. ഓരോ ഭാഗത്തിനും പുതിയ നിറം നൽകി. വാൾട്ടറിന്റെ മഞ്ഞ കൈയക്ഷരങ്ങൾ അതുപോലെ തന്നെ പുതുക്കി എഴുതി. പിന്നീട് ട്രക്ക് ഡൊറോത്തിയുടെ വീട്ടിലെത്തിച്ചതിന് ശേഷം ഒരു കുറിപ്പ് നൽകി. നിങ്ങൾ ഇതൊരിക്കലും വിട്ടുകൊടുക്കേണ്ടതില്ല.
വാൾട്ടറിന്റെ പേര് ഈ ലോകം അറിയണം. ഗാരറ്റ് തന്റെ വീടിന് മുന്നിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചിലർ ജീവിതകാലം അത്രയും ചെയ്തതൊക്കെ ഒരു ദിവസം ഒരു സുഹൃത്ത് APJ അബ്ദുൽ കലാമിനോട് വന്നിട്ടും വിളിച്ചു പറയാൻ ശ്രമിക്കും. പക്ഷേ ഒന്നും നിലനിൽക്കില്ല. വാൾട്ടർ ആരോടും ശബ്ദമുയർത്തിയില്ല. പക്ഷേ അയാൾ കടന്നുപോയതിനു ശേഷവും അയാളുടെ പേര് നിലനിന്നു. 3 ആഴ്ചകൾക്ക് മുൻപ് ഡൊറോത്തി തന്റെ ട്രക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. ഇന്ന് കൊച്ചുത്രേസ്യ പുണ്യാവതിയുടെ തിരുനാളാണെന്ന് തോന്നുന്നു.